ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്ത രണ്ട് ഹൃദയങ്ങൾ സ്റ്റോറി നമുക്ക് തുടങ്ങിയാലോ. ദേവിക ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അറിഞ്ഞതോടെ അർജുൻ്റെ സ്വഭാവം തന്നെ മാറിയിരുന്നു. രാവിലെ ദേവിക എഴുന്നേൽക്കുന്നതിന് മുൻപേ അർജുൻ ചായ തയ്യാറാക്കും. ദേവു, പതുക്കെ എഴുന്നേൽക്കണേ. അർജുൻ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കറിയാം. പക്ഷേ നീ ഇനി ഒറ്റയ്ക്കല്ലാലോ. ദേവിക ചിരിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴേ അച്ഛൻ്റെ ഉത്തരവാദിത്വം തുടങ്ങിയോ? അതെ, പിന്നെ നീ എൻ്റെ ഭാര്യയല്ലേ, നിന്നെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അവൻ അവൾക്ക് ചായയും കൊടുത്തു. ദേവിക ഒരു സിപ്പ് കുടിച്ച് അവനെ നോക്കി. നിങ്ങൾ ഇത്രയും മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എങ്ങനെ? കല്യാണത്തിന് മുൻപ് എന്നോട് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ലായിരുന്ന ആൾ ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്താൽ പോലും ഞാൻ എടുത്തു തരാം എന്നാണ് പറയുന്നത്. അർജുൻ ചിരിച്ചു. അന്ന് എനിക്ക് നിന്നെ മനസ്സിലായിരുന്നില്ല, ഇപ്പോൾ നീയാണെൻ്റെ ലോകം. ദേവിക അവൻ്റെ കയ്യിൽ തല ചായ്ച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം അർജുൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ദേവിക ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ദേവു, എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഒന്നുമില്ല, നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അർജുൻ അവളുടെ അരികിലിരുന്നു. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്ക് ഒരുപോലെ സന്തോഷമാണ്. ദേവിയെ പുഞ്ചിരിച്ചു. എനിക്കും. അർജുൻ പതുക്കെ അവളുടെ വയറുമേൽ കൈവച്ചു. കുഞ്ഞേ, അച്ഛനാണ്. ദേവിക പൊട്ടിച്ചിരിച്ചു. ഇപ്പോഴേ കുഞ്ഞിനോട് സംസാരിക്കുകയാണോ? അതെ, കുഞ്ഞ് ആദ്യം കേൾക്കേണ്ട ശബ്ദം അച്ഛൻ്റേതായിരിക്കണം. ദേവി അവൻ്റെ കൈ മുറുകെ പിടിച്ചു. അർജുൻ, എനിക്കിപ്പോൾ തോന്നുന്നു നമ്മുടെ വിവാഹം ശരിക്കും വിധി തന്നെ തീരുമാനിച്ചതാണെന്ന്. അർജുൻ അവളെ നോക്കി. അതെ, ആദ്യം നമ്മൾ മനസ്സിലാക്കിയില്ല, പക്ഷേ ഇന്ന്. അവൻ പുഞ്ചിരിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥയായി അത് മാറി. ദേവിക അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ലണ്ടൻ നഗരത്തിലെ വിളക്കുകൾക്കിടയിൽ വരാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി അവർ ഏറെ നേരം അവിടെ ഇരുന്നു. പക്ഷേ അന്ന് രാത്രി ദേവികയ്ക്ക് പെട്ടെന്നൊരു ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അർജുൻ ഉടനെ ആശങ്കപ്പെട്ടു. ദേവു, എന്തുപറ്റി? ദേവിക ഒന്നും പറയാതെ അവനെ നോക്കി. ദേവു, എന്തുപറ്റി? അർജുൻ ആശങ്കയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. ദേവിക പതുക്കെ പറഞ്ഞു. ഒന്നുമില്ല അർജുൻ, ചെറിയൊരു വയറുവേദന പോലെ. അർജുൻ ഉടൻ അവളെ ഇരുത്തി. നീ ഇവിടെ ഇരിക്കെ, ഞാൻ വെള്ളം കൊണ്ടുവരാം. അവൻ വെള്ളം കൊണ്ടുവന്ന് അവൾക്ക് നൽകി. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറവുണ്ട്. അർജുൻ്റെ മുഖത്തെ പേടി കണ്ടപ്പോൾ ദേവിക ചിരിച്ചു. നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പേടിക്കാതിരിക്കാൻ പറ്റുമോ? നീയും നമ്മുടെ കുഞ്ഞും എൻ്റെ ലോകമാണ്. ദേവിക അവൻ്റെ കൈ പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്. അർജുൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. എന്നാലും നാളെ ഡോക്ടറെ കാണാം, ഒരു റിസ്ക്കും എടുക്കണ്ട. ദേവിക സമ്മതിച്ചു. പിറ്റേന്ന് ഡോക്ടറെ കണ്ട ശേഷം അവർക്ക് ആശ്വാസമായി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ അർജുൻ്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ദേവിക പറഞ്ഞു. ഇന്നലെ നിങ്ങൾ പേടിപ്പിച്ചത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? നിങ്ങൾക്ക് എന്നെ എത്രമാത്രം സ്നേഹമാണെന്ന്. അർജുൻ ചിരിച്ചു. അതറിയാൻ ഇന്നലെ വരെ കാത്തിരിക്കണമായിരുന്നോ? അല്ല, പക്ഷേ ഇന്നലെ അത് നേരിട്ട് കണ്ടു. അർജുൻ കാർ നിർത്തി അവളെ നോക്കി. ദേവു, നിന്നെ സ്നേഹിക്കുന്നത് എനിക്കൊരു തീരുമാനമല്ല, അത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദേവിക അവൻ്റെ കയ്യിൽ കൈവച്ചു. അപ്പോൾ ഒരു വാഗ്ദാനം ചെയ്യണം. എന്ത് സംഭവിച്ചാലും എന്നെ ഒറ്റയ്ക്ക് വിടില്ലെന്ന്. അർജുൻ അവളുടെ കൈ മുറുകെ പിടിച്ചു. ഈ ജന്മം മുഴുവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ദേവിക പുഞ്ചിരിച്ചു. ആ രാത്രി അർജുൻ ഒരു ചെറിയ ബോക്സ് ദേവികയുടെ മുന്നിൽ വെച്ചു. ഇതെന്താ? തുറന്നു നോക്ക്. ദേവിക തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ കുഞ്ഞിനുള്ള ഒരു ചെറിയൊരു ജോഡി ഷൂസ്. അവൾ അത്ഭുതത്തോടെ അർജുനെ നോക്കി. ഇത്ര പെട്ടെന്ന് വാങ്ങിയോ? നമ്മുടെ കുഞ്ഞ് വരുന്നതിന് മുൻപേ അച്ഛൻ തയ്യാറാകണം. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അർജുനെ ചേർത്ത് പിടിച്ചു. ആ രാത്രി അവരുടെ വീട്ടിൽ സംസാരിച്ചത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു, അവരുടെ കുഞ്ഞിനെക്കുറിച്ച്. പക്ഷേ അടുത്ത ദിവസം ഇന്ത്യയിൽ നിന്ന് രാഘവൻ്റെ ഒരു ഫോൺ കോൾ എത്തി. മോനെ, നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ത്യയിലേക്ക് വരണം. അർജുൻ ദേവികയെ നോക്കി. എന്തായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നത്? തുടരും. അപ്പോൾ അടുത്ത പാർട്ട് വേഗം ഇടാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.